guys, welcome to my YouTube channel. സോ ഇന്ന് എഴുന്നേറ്റപ്പോൾ തൊട്ട് ഫുള്ള് വെളിയിലെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞും അതുപോലെ തന്നെ ഭയങ്കര ഒരു കോഡ് അറ്റ്മോസ്ഫിയർ, ഭയങ്കര തണുപ്പ്. പിന്നെ രാവിലെ തൊട്ട് എനിക്ക് നല്ല ക്രേവിങ്സ് ആണ്, നല്ല മാങ്ങക്കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നൊരു മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന്. ഇതിപ്പോൾ രാത്രിയായി നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ മിനിങ്ങാന്ന് വാങ്ങിച്ച ഓഫറിന് കിട്ടിയ മാങ്ങ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഇന്നൊരു അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാം. പക്ഷേ ഇതാണോ ശരിക്കുള്ള റെസിപ്പി എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇതിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും എൻ്റെ കയ്യിലില്ല. പക്ഷെ ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബയോ. പിന്നെ യൂട്യൂബ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോകാം. ബയോ. ആദ്യമേ അതിനുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഞാനിപ്പോൾ മാങ്ങയും ഓനിയനും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അതിന് ഹൈലൈറ്റായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് ടീസ്പൂൺ. എനിക്ക് ടീസ്പൂണൊന്നും എങ്ങനെ പറഞ്ഞു തരേണ്ടത് എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് നിങ്ങളുടെ പാകത്തിന് അതിടുക. പിന്നെ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് എണ്ണ, പിന്നെ നമ്മുടെ മീൻ താരമായ വിനാഗിരി. ഇനിയും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴയ്ക്കുക. ട്രസ്റ്റ് ദ പ്രോസസ് ഗൈസ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ബാക്കി പരിപാടി നിൽക്കുന്നത്. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഞാൻ പെട്ടെന്ന് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഫ്ലേവർ പിടിച്ച് നിൽക്കാനാണെങ്കിൽ കുറച്ചൊരു 30 minutes റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. സോ നമ്മൾ മാങ്ങയായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചീനിച്ചട്ടിക്കകത്തോട്ട് ഞാൻ ജസ്റ്റ് ഇതിടുക. ജസ്റ്റ് ഇട്ടിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. സോ ഇത് ജസ്റ്റ് ആട്ടി കൊടുക്കുക. പിന്നെ ഇനി തേങ്ങാപ്പാൽ, ഇന്നലെ വാങ്ങിച്ച തേങ്ങാപ്പാലിൻ്റെ ബാക്കിയുണ്ട്. അപ്പം നമുക്കിത് ഒന്നാം പാലായിട്ട് ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതിനകത്ത് പാലും എന്ന് പറയുന്ന സാധനമില്ല, കുറച്ച് വെള്ളവും തേങ്ങയുടെ എന്തോ ഉണ്ട്. ഞാനിത് ഫസ്റ്റ് ഒന്നാമത്തെ ഒരു ഇതായിട്ട് വെച്ചിട്ടുണ്ട്. സോ ഇത് ഏകദേശം തിളച്ചു. അപ്പോൾ ഞാൻ അടുത്ത തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാൻ കുറച്ച് മാത്രം മതി. എന്നിട്ട് ഇത് വീണ്ടും തിളയ്ക്കാൻ വെക്കുക. പിന്നെ ഗൈസ്, ഒരു മെയിൻ സാധനം ഞാൻ മറന്നുപോയി, പച്ചമുളക്. അത് ഞാൻ തിരുമാന്നേരം മറന്നുപോയി. ഇപ്പം നമുക്ക് ഇത് ആവശ്യത്തിന് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇളക്കാം. സോ ഇത് ഏകദേശം തിളച്ചു. അപ്പോൾ ഞാൻ അടുത്ത തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാൻ കുറച്ച് മാത്രം മതി. എന്നിട്ട് ഇത് വീണ്ടും തിളയ്ക്കാൻ വെക്കുക. പിന്നെ ഗൈസ്, ഒരു മെയിൻ സാധനം ഞാൻ മറന്നുപോയി, പച്ചമുളക്. അത് ഞാൻ തിരുമാന്നേരം മറന്നുപോയി. ഇപ്പം നമുക്ക് ഇത് ആവശ്യത്തിന് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇളക്കാം. അപ്പം ഞാൻ ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരു പാൻ എടുക്കുക, അത് ഓണാക്കുക, അത് ജസ്റ്റ് ചൂടാക്കുക. എന്നിട്ട് അത് ചൂടാവണം ഗൈസ്. ഞാൻ ഇതിനകത്തോട്ട് കുറച്ചൊരു ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ചെറിയുള്ളിയാണ് വേണ്ടത്. ബട്ട് നമ്മുടെ ഇവിടെ ചെറിയുള്ളി കിട്ടത്തില്ല, കണ്ടിട്ടില്ല. സോ സവോളയും കുറച്ച് ഇഞ്ചി, എൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ. ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇടുക. എന്നിട്ട് ഇത് കുറച്ച് താളിച്ചെടുക്കുക. ദാറ്റ്സ് ഓൾ. ഫൈനൽ പരിപാടി ഇപ്പോൾ കഴിയും. അപ്പോൾ ഏകദേശം നമ്മുടെ സാധനം അരഞ്ഞിട്ടുണ്ട്, അതായത് താളിച്ചിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് നമ്മുടെ മാങ്ങാക്കറിയിലോട്ട് ഇടാം. ജസ്റ്റ് എടുക്കുക. സോ ഇത്രേ ഉള്ളൂ. നമ്മുടെ മാങ്ങക്കറി എളുപ്പമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് പകുതി ഇൻഗ്രീഡിയൻസും ഇല്ല, ബട്ട്
സിമ്പിളായിട്ട് കിട്ടുന്നൊരു മാങ്ങക്കറി കഴിക്കണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കും. ബാച്ചിലേഴ്സിന് പെട്ടെന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്.